നെസ്റ്റഡ് ലൂപ്സ് ഇൻ സി എന്ന ടോപ്പിക്കാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ലൂപ്സിന്റെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു. രണ്ട് തരത്തിൽ ഫോർ ലൂപ്പ് എന്ന് പറഞ്ഞ് ഒരു ക്ലാസ്സും ചെയ്തിരുന്നു, പിന്നെ ഡു വൈൽ ലൂപ്പും വൈൽ ലൂപ്പിന്റെ വേറൊരു ക്ലാസ്സും ചെയ്തിരുന്നു. അതിന്റെ എക്സാമ്പിൾസും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടിട്ട് വരിക. അപ്പം നെസ്റ്റഡ് ലൂപ്പ് എന്താണെന്ന് മനസ്സിലാവും. നമുക്ക് അറിയാം, നമ്മൾ ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു, നെസ്റ്റഡ് ഇഫ് എൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇഫ് എൽസിന്റെ ഉള്ളിൽ തന്നെ ഇന്നൊരു ഇഫ് സ്റ്റേറ്റ്മെന്റ് വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ഇഫ് എൽസ് എന്നൊക്കെ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നതും ഒരു ലൂപ്പ് ഇന്നൊരു ലൂപ്പിന്റെ ഉള്ളിൽ വരുന്നതിനെയാണ് നമ്മൾ നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നെസ്റ്റിംഗ് ഓഫ് ലൂപ്സ് ഇസ് ദ ഫീച്ചർ ഇൻ സി ദാറ്റ് അലൗസ് ദ ലൂപ്പിംഗ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് ഇൻസൈഡ് അനദർ ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഇനിയൊരു ലൂപ്പ് വരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. എനി നമ്പർ ഓഫ് ലൂപ്സ് ക്യാൻ ബി ഡിഫൈൻഡ് ഇൻസൈഡ് അനദർ ലൂപ്പ്. ദാറ്റ് ഈസ് ദർ ഇസ് നോ റെസ്ട്രിക്ഷൻ ഫോർ ഡിഫൈനിങ് എനി നമ്പർ ഓഫ് ലൂപ്സ്. നമുക്ക് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ എത്ര ലൂപ്പ് വേണമെങ്കിലും ഡിഫൈൻ ചെയ്യാം. ഒന്നേ പറ്റത്തുള്ളൂ എന്നൊന്നുമില്ല. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ നമുക്ക് എത്ര ലൂപ്പ് വേണമെങ്കിലും, 2, 3, 5 വേണമെങ്കിലും നമുക്ക് ഡിഫൈൻ ചെയ്യാം. ദ നെസ്റ്റിംഗ് ലെവൽ ക്യാൻ ബി ഡിഫൈൻഡ് അറ്റ് n ടൈംസ്. നെസ്റ്റിംഗ് ലെവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എത്ര ലൂപ്സ് ഉണ്ടെന്നുള്ളതാണ്. You can define any type of loop inside another loop. For example, you can define while loop inside a for loop. അതായത് നെസ്റ്റിംഗ് പറഞ്ഞു, ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഇന്നൊരു ലൂപ്പ് ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് വേണമെങ്കിൽ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഫോർ ലൂപ്പ് ആവാം, അല്ലെങ്കിൽ ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വൈൽ ലൂപ്പ് ആവാം, വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഫോർ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ ആകാം. അപ്പൊ ഈ 3 സ്ട്രക്ചറാണ് നമ്മൾ മെയിൻ ആയിട്ട് പഠിച്ചത്. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഇനി ഒരു ലൂപ്പ് വരുന്നു, അത് മാത്രമാണ് നെസ്റ്റഡ് ലൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ ജനറൽ സിന്റാക്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരു ഔട്ടർ ലൂപ്പും ഉണ്ടാവും, ഒരു ഇന്നർ ലൂപ്പും ഉണ്ടാവും. അപ്പം ഇതിന്റെ ബ്രാക്കറ്റ് നോക്കുക. ഔട്ടർ ലൂപ്പ് എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഇന്നർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നർ ലൂപ്പിന്റെ ബ്രാക്കറ്റ് നമ്മളിവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അകത്ത് കിടക്കുന്നതാണ് ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ പുറത്ത് എഴുതിയിരിക്കുന്നതാണ് ഔട്ടർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഈ ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് ജനറൽ സിന്റാക്സ് ആണ്. ഈ ഇന്നർ ലൂപ്പ് ഔട്ടർ ലൂപ്പ് എന്ന് പറയുന്നത് ഫോർ ലൂപ്പോ വൈൽ ലൂപ്പോ ഡു വൈൽ ലൂപ്പോ ആകാം. നമ്മളിപ്പോൾ ഒരു ഫോർ ലൂപ്പ് വെച്ചിട്ടാണ് എക്സാമ്പിൾ കാണിക്കുന്നത്. അപ്പൊ നെസ്റ്റഡ് ഫോർ ലൂപ്പിന്റെ ഒരു സിന്റാക്സ് കൊടുത്തിട്ടുണ്ട്. നെസ്റ്റഡ് ഫോർ ലൂപ്പ് നമ്മൾ പറഞ്ഞു, ഫോറിന്റെ സിന്റാക്സ് നമുക്കറിയാം. ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, ദെൻ അപ്ഡേഷൻ. അപ്പൊ അത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ട്? വേറൊരു ഫോർ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതാണ് അതിന്റെ ഉള്ളിലുള്ള ഫോർ ലൂപ്പ്. ഫോർ ഇനീഷ്യലൈസേഷൻ, കണ്ടീഷൻ, അപ്ഡേറ്റ്. എന്നിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. ദെൻ ഔട്ടർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ്സ്. ഇപ്പൊ ഈ ഫോർ ലൂപ്പ് മാത്രമല്ല, ഔട്ടർ ലൂപ്പിൽ വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ് എഴുതണമെങ്കിൽ അതും കൂടെ ചേർത്ത് എഴുതാം, കുഴപ്പമില്ല. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഒരു ലൂപ്പ് മാത്രമേ വരാവുള്ളൂ എന്നൊന്നുമില്ല. വേറെ എന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് എഴുതണമെങ്കിൽ നമുക്ക് അതും എഴുതാം. അതും എഴുതിയിട്ട് എന്ത് ചെയ്യാം? ഇത് ക്ലോസ് ചെയ്യാം. ഇതാണ് നെസ്റ്റഡ് ഫോർ ലൂപ്പിന്റെ സ്ട്രക്ചർ. അതുപോലെ തന്നെ നമുക്ക് വൈൽ ലൂപ്പും പറയാം. നെസ്റ്റഡ് വൈൽ ലൂപ്പ്. നെസ്റ്റഡ് വൈൽ ലൂപ്പിന്റെ സ്ട്രക്ചർ ഇത് തന്നെയാണ്. നമുക്കറിയാം, വൈൽ എഴുതിയിട്ട് നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതിന്റെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വേറൊരു വൈൽ ലൂപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഔട്ടർ വൈൽ ലൂപ്പിന്റെ സ്റ്റേറ്റ്മെന്റ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെയാണ് ഡു വൈൽ ലൂപ്പ്. നമ്മൾ ഒരു എക്സാമ്പിളെ നോക്കുന്നുള്ളൂ. ഡു വൈൽ, നെസ്റ്റഡ് ഡു വൈൽ. അപ്പൊ അതാണ് ഡു എന്നുള്ള സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്, കീവേഡ് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ ഉള്ളിൽ വേറൊരു ഡു വൈൽ എഴുതിയിട്ടുണ്ട്. അത് ഇന്നർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഒരു ഔട്ടർ ലൂപ്പ് സ്റ്റേറ്റ്മെന്റ് എഴുതിയിട്ടുണ്ട്. വൈൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഔട്ടർ ലൂപ്പിന്റെ വൈൽ ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഇനി ഒരു ലൂപ്പ് വരുന്നു. അപ്പൊ ഇത് കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് 2 ഡയമെൻഷണൽ അരേ ഒക്കെ പ്രിന്റ് ചെയ്യാനായിട്ടാണ്. നമ്മൾ 1 ഡയമെൻഷണൽ അരേ പഠിച്ചായിരുന്നു. അത് സാധാരണ ലൂപ്പ് മാത്രം മതി അത് പ്രിന്റ് ചെയ്യാനായിട്ട്. മെട്രിക്സ് ഒക്കെ പ്രിന്റ് ചെയ്യുമ്പോൾ ചെയ്യാൻ നേരത്ത് നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഒരു 2 ഡയമെൻഷണൽ അരേ ആവശ്യമുണ്ട്. അപ്പൊ നമുക്ക് റോയും കോളവും ആയിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നത്. അപ്പൊ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. എക്സാമ്പിൾ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് മാത്രമാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലൊരു ടേബിൾ ആണ് നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടേണ്ടത്. ടേബിൾ പ്രിന്റ് ചെയ്ത് കിട്ടാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നെസ്റ്റഡ് ഫോർ ലൂപ്പ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം, ടേബിൾ എന്ന് പറയുമ്പോൾ എന്താണ്? റോയും ഉണ്ടാവും, കോളവും ഉണ്ടാവും. ഒരു റോയും ഉണ്ട്, കോളവും ഉണ്ട്. ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്ന വേറൊന്നുമല്ല, ഒരു വാല്യൂ n എന്ന് പറഞ്ഞൊരു വാല്യൂ റീഡ് ചെയ്തു. അതിനെ നമ്മൾ എന്ത് ചെയ്തു? അതിന്റെ ടേബിൾ, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പോലെയാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്തു? ഈ വാല്യൂവിനെ അതിന്റെ
കോളം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആ രീതിയിൽ. ഓക്കെ, അപ്പോൾ 3 റോസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ആദ്യത്തെ കോളത്തിൽ എന്തുണ്ട്? 1, 2, 3, പിന്നെ 2, 4, 6 ആ രീതിയിൽ. നമ്മളിതിനെ റോ വൈസ് ആണ് പ്രിന്റ് ചെയ്യുന്നത്. ആദ്യം 1, 2, 3, 4, 5, 6, 7, 8, 9, 10 10 വരെ ഉള്ളത് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? 2, 4, 6, 8, 10. ആദ്യം 1നെ 1 തൊട്ട് 10 വരെയുള്ള വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിട്ടുണ്ട്. 1ന്റെ ടേബിളാണ് ആദ്യം കിടക്കുന്നത്. ഓക്കെ, 1ന്റെ ടേബിളാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10. 1ന്റെ ടേബിൾ എഴുതി. രണ്ടാമത് വരുന്നത് 2ന്റെ ടേബിളാണ് അല്ലേ? നമുക്കറിയാം 2നെ പിന്നെ 2 എന്നുള്ള വാല്യൂ എടുത്തിട്ട് അതിനെ 1 തൊട്ട് 10 വരെ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. അപ്പം 2, 4, 6, 8, 10, 12, 14, 16, 18, 20. അടുത്തത് 3യുടെ ടേബിളാണ്. 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളാണ്. 3, 6, 9, 12, 15, 18, 21, 24, 27, 30. അപ്പം 3 നമ്പേഴ്സ് എടുത്തിട്ട് അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ആണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അത് റോ വൈസ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു റോ നോക്കിയാൽ 1ന്റെ ടേബിൾ, രണ്ടാമത്തെ റോ നോക്കിയാൽ 2ന്റെ ടേബിൾ, മൂന്നാമത്തെ റോ നോക്കിയാൽ 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ. ആ രീതിയിലാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ റോയും കോളവും ആയിട്ട് പ്രിന്റ് ചെയ്യാൻ നേരത്ത് നമുക്ക് നെസ്റ്റഡ് ലൂപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ടൊരു കോഡ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് n വേണം. അപ്പോൾ നമ്മൾ എൻ്റർ ദ വാല്യൂ ഓഫ് n 3 ആണ് നമ്മുടെ എക്സാമ്പിളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത്. 3 എന്ന് എഴുതി. നമ്മളിവിടെ 4 ആണ് കൊടുത്തിരിക്കുന്നതെങ്കിൽ 1 തൊട്ട് 4 വരെയുള്ള നമ്പേഴ്സിന്റെ ടേബിൾ കിട്ടും. 5 ആണെങ്കിൽ 1 തൊട്ട് 5 വരെ ഉള്ളത് ആ രീതിയിൽ. അപ്പം ഡിസ്പ്ലേയിങ് ദ n ടേബിൾസ്, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? 4 i is equal to 1, i less than or equal to n plus plus i ഔട്ടർ ലൂപ്പിൽ എഴുതിയിട്ടുണ്ട്. ഇന്നർ ലൂപ്പിൽ എന്താണ്? 4 j is equal to 1, j less than or equal to 10 plus plus j. അതായത് ഇതിന്റെ എക്സിക്യൂഷൻ ഞാൻ പറഞ്ഞുതരാം. ആദ്യം i is equal to 1. നമുക്കറിയാം ഫോർ ലൂപ്പിൽ ആദ്യം എന്താണ്? ഇനീഷ്യലൈസേഷൻ ആണ്. i is equal to 1 ഇനീഷ്യലൈസ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ ഇവിടെ n-ന്റെ വാല്യൂ എന്താണ്? 3 ആണ്. അപ്പോൾ i നോക്കും. i നോക്കിയിട്ട് ഐയുടെ വാല്യൂ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ലൂപ്പിലേക്ക് കയറും. ഈ ലൂപ്പിലേക്ക് കയറി കഴിയുമ്പോൾ അവിടെ ഒരു ഫോർ ലൂപ്പാണ് വരുന്നത്. ഈ ലൂപ്പ് ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ അത് പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പോൾ ഈ ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്ന അത്രയും നേരം ഈ ഐയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? 1 തന്നെയായിരിക്കും. അതിൽ മാറ്റമൊന്നും വരത്തില്ല. ഈ ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ ഐയുടെ വാല്യൂ ചേഞ്ച് ചെയ്യത്തുള്ളൂ. ഇനി ഇവിടെ നമ്മൾ j is equal to 1 കൊടുത്തിട്ടുണ്ട്. ജെയുടെ വാല്യൂ 10 വരെ വേരി ചെയ്യുന്നുണ്ട്. പ്ലസ് പ്ലസ് ജെ, അത് ഇൻക്രിമെന്റിന് വേണ്ടിയിട്ടാണ്. ഇനി പ്രിന്റ് എഫ് സ്റ്റേറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. പ്രിന്റിൽ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? ഐയും ജെയും കൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ പ്രിന്റ് ചെയ്തിരിക്കുന്നത്. ഐയും ജെയും കൂടി മൾട്ടിപ്ലൈ ചെയ്ത്. അപ്പൊ ഐയുടെ വാല്യൂ എന്താ? 1. ജെയുടെ ആദ്യത്തെ വാല്യൂ എന്താ? 1. അപ്പൊ 1ഉം 1ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 1 നമ്മൾ പ്രിന്റ് ചെയ്യും. എന്നിട്ട് കൺട്രോൾ നേരെ പുറത്തെ ലൂപ്പിലേക്ക് പോകത്തില്ല. ഈ ഫോർ ലൂപ്പ് ഫുള്ള് കഴിഞ്ഞിട്ടേ പുറത്തെ ലൂപ്പിലേക്ക് പോകത്തുള്ളൂ. ഇപ്പൊ ജെയുടെ വാല്യൂ 1 ആണ്. അടുത്ത ഇൻക്രിമെന്റ് ചെയ്യുമ്പോൾ ജെയുടെ വാല്യൂ 2 ആവും. 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നേരെ തിരിച്ചു വരും. ഐയുടെ വാല്യൂവിന് മാറ്റമൊന്നുമില്ല. ഐയുടെ വാല്യൂ 1 തന്നെയായിരുന്നു. 1ഉം 2ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് 2 എന്ന് പ്രിന്റ് ചെയ്യും. എന്നിട്ട് ജെയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. 3 ആകും. 3 ലെസ് ദാൻ 10 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐയുടെ വാല്യൂ ഇപ്പോഴും 1 തന്നെയാണ്. 1ഉം 3ഉം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് വാല്യൂ പ്രിന്റ് ചെയ്യും. അപ്പോൾ ഈ രീതിയിൽ വാല്യൂ പ്രിന്റ് ചെയ്ത് പോകും. ജെയുടെ വാല്യൂ 11 ആകുമ്പോൾ എന്ത് ചെയ്യും? ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്യും. ഈ ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ 1 തൊട്ട് 10 വരെയുള്ള 1ന്റെ ടേബിൾ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തേക്ക് വരും. പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ ഏതിന്റെ വാല്യൂ ആണ് ഔട്ടർ ലൂപ്പിൽ ഇൻക്രിമെന്റ് ചെയ്യുന്നത്? ഐയുടെ വാല്യൂ ഇപ്പോഴാണ് ഇൻക്രിമെന്റ് ചെയ്യുന്നത്. ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകും. 2 ആയി കഴിഞ്ഞിട്ട് 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. ഇവിടെ n-ന്റെ വാല്യൂ എന്തായിരുന്നു? 3 ആയിരുന്നു. അപ്പോൾ 2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നേരെ ലൂപ്പിലേക്ക് കയറും. ലൂപ്പിലേക്ക് കയറി കഴിയുമ്പോൾ പിന്നെയും ഈ ഫോർ ലൂപ്പ് പുതിയൊരു ഫോർ ലൂപ്പ് പോലെ കൺസിഡർ ചെയ്യും. j is equal to 1 പിന്നെയും ഇനീഷ്യലൈസ് ചെയ്യും. അപ്പോൾ ജെയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ വേരി ചെയ്യും. ഐയുടെ വാല്യൂ വേരി ചെയ്യത്തില്ല. ഇന്നർ ലൂപ്പിൽ ജെയുടെ വാല്യൂ മാത്രമേ വേരി ചെയ്യത്തുള്ളൂ. ഐയുടെ വാല്യൂ വേരി ചെയ്യാനായിട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും? ജെയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ ഒന്ന് വെച്ച് വേരി ചെയ്തുകൊണ്ടിരിക്കും. അതിനെ നമ്മൾ എന്ത് ചെയ്യും? ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഐയുടെ ഇപ്പോഴത്തെ വാല്യൂ എന്താണ്? 2 ആണ്. അപ്പോൾ 2വിനെ ആദ്യം 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അത് പ്രിന്റ് ചെയ്യും. പിന്നെ 2വിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് അതിന്റെ വാല്യൂ പ്രിന്റ് ചെയ്യുന്നു. അങ്ങനെ 2വിന്റെ ടേബിൾ കംപ്ലീറ്റ് പ്രിന്റ് ചെയ്യും. എന്നിട്ട് പുറത്തെ ലൂപ്പിലേക്ക് വരും. അവിടെ ഐയുടെ വാല്യൂ ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യും. അപ്പോൾ എന്താണ്? 3 ആവും. 3 ആയി കഴിയുമ്പോൾ 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നേരെ ലൂപ്പിലേക്ക് കയറും. എന്നിട്ട് അപ്പോഴും എന്താണ്? ഇതൊരു ഫ്രഷ് ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യും.
i is equal to 1 to 10. അപ്പൊ 3നെ എന്ത് ചെയ്യും 1 to 10 വരെയുള്ള ജെയുടെ എല്ലാ വാല്യൂ കൊണ്ട് പ്രിന്റ് ചെയ്യും. ഈ രീതിയിലാണ് ടേബിൾ പ്രിന്റ് ചെയ്യുന്നത്. ഓക്കെ, ഇന്നർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കയറും, ഔട്ടർ ലൂപ്പ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്ത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് ആയിട്ടും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടേ അത് പുറത്തേക്ക് വരത്തുള്ളൂ. അപ്പൊ ആദ്യം i is equal to 1 എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നിടത്തോളം കാലം ഐയുടെ വാല്യൂ എന്താണ് 1 ആയിട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് 1 തൊട്ട് 10 വരെയുള്ള ജെയുടെ വാല്യൂ കൊണ്ട് അതിനെ മൾട്ടിപ്ലൈ ചെയ്യും, എന്നിട്ട് പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് തിരിച്ച് ഐയുടെ വാല്യൂ 1 ഇൻക്രിമെന്റ് ചെയ്ത് 2 ആകും. 2 ആയി കഴിഞ്ഞിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്യും, എന്നിട്ട് ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറും. ഈ ലൂപ്പിന്റെ ഉള്ളിൽ ജെയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ തന്നെ പിന്നെയും വേരി ചെയ്യും. ഫ്രഷ് ആയിട്ടുള്ള ഒരു ലൂപ്പായിട്ടാണ് ഓരോ തവണയും അതിനെ കൺസിഡർ ചെയ്യുന്നത്. അപ്പൊ ഇപ്പോഴത്തെ ഐയുടെ വാല്യൂ 2 ആണ്. ആ 2വിനെ ജെയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ജെയുടെ വാല്യൂ 1 തൊട്ട് 10 വരെ മൾട്ടിപ്ലൈ ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് 2വിന്റെ ടേബിൾ 2, 4, 6 എന്ന് പറഞ്ഞ് കിട്ടും. പിന്നെയും 2വിന്റെ ഐയുടെ വാല്യൂ ഒന്നും കൂടി ഇൻക്രിമെന്റ് ചെയ്ത് 3 ആകും. എന്നിട്ട് ആ 3 എന്നുള്ള വാല്യൂവിനെ ജെയുടെ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ പ്രിന്റ് ചെയ്യും. ഈ രീതിയിലാണ് ഇതിന്റെ വർക്കിംഗ്. ഇവിടെ ഓർത്തിരിക്കേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. ഇന്നർ ലൂപ്പ് ഈ സ്റ്റേറ്റ്മെന്റ് ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യത്തുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ലൂപ്പിലേക്ക് കയറും. ലൂപ്പിലേക്ക് കയറി കഴിഞ്ഞ് ഇന്നർ ലൂപ്പ് കംപ്ലീറ്റ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് വരത്തുള്ളൂ. അതേപോലെ തന്നെ ഓരോ തവണയും ഇന്നർ ലൂപ്പിലേക്ക് കയറുമ്പോൾ അതൊരു ഫ്രഷ് ആയിട്ടുള്ള ലൂപ്പായിട്ട് തന്നെയാണ് കൺസിഡർ ചെയ്യുന്നത്. ഇവിടെ j is equal to 1 കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 10 തവണ ഈ ലൂപ്പിന്റെ ഉള്ളിലേക്ക് കയറിയാലും j is equal to 1 എന്നുള്ള ഇനീഷ്യലൈസേഷൻ നടന്നിട്ട് തന്നെയാണ് കയറുന്നത്. അപ്പൊ ഇത്രയാണ് നെസ്റ്റഡ് ലൂപ്പിനെ കുറിച്ച് പറയാനുള്ളത്. ഇത് ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള എക്സാമ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ഫോർ ലൂപ്പ് വെച്ചിട്ടുള്ള എക്സാമ്പിളിനെ ഇതേ എക്സാമ്പിളിനെ തന്നെ വൈൽ ലൂപ്പിലേക്ക് ഡു വൈൽ ലൂപ്പിലേക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാവുന്നതാണ്. അപ്പൊ ഇതാണ് നെസ്റ്റഡ് ലൂപ്പ്. ഒരു ലൂപ്പിന്റെ ഉള്ളിൽ ഇന്നൊരു ലൂപ്പ് വരുന്നതാണ് നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഫോർ ലൂപ്പിന്റെ ഉള്ളിൽ വൈൽ ലൂപ്പിന്റെ ഉള്ളിൽ ഫോർ ലൂപ്പോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എഴുതാം. എത്ര തവണ വേണമെങ്കിലും നമുക്ക് എഴുതാം. ഒരു കാര്യം ഓർത്താൽ മതി, ഇന്നർ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ ഔട്ടർ ലൂപ്പിലേക്ക് തിരിച്ച് വരത്തുള്ളൂ. ഓക്കെ, അത് 2 ഡയമെൻഷണൽ അറേ മെട്രിക്സ് ഒക്കെ പ്രിന്റ് ചെയ്യാനായിട്ടാണ് കൂടുതലായിട്ടും നെസ്റ്റഡ് ഫോർ ലൂപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഓക്കെ, താങ്ക് യു.